ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തിൻ്റെ സ്നേഹിതനായ ഹനോക്ക്. എബ്രായ ലേഖനം 11 അധ്യായം 5 വിശ്വാസത്താൽ ഹനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. 25 സങ്കീർത്തനം 14 ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നമ്മൾ കണ്ടു. യഹോവയുടെ ഫ്രണ്ട്ഷിപ്പ് തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. ഭക്തനായിരിക്കുന്നവർക്ക് ഫ്രണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആ ഭക്തിയിൽ തന്നെ പൊങ്ങിയും താന്നും കുറഞ്ഞും കൂടിയും ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് ബഹുഭൂരിപക്ഷം പേരും. കാരണം അവരുടെ മെയിൻ ബിസിനസ് ആത്മീയമല്ല, അവരുടെ ഉപജീവന ചിന്തകളാണ്. അവർ ഞങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്കിത് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പം നിങ്ങൾക്കോ, ഞങ്ങൾക്കിത് ആഴ്ചയിൽ ഒന്നേ ചിന്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ രാവിലെയും വൈകിട്ടും ഒക്കെ ഒരു പ്രാർത്ഥനയുണ്ട്. സത്യമാണ് കേട്ടോ, ഞാനും ഒരു കുടുംബത്തല്ലേ ജീവിക്കുന്നത്. എൻ്റെ മക്കൾ എന്നോടുകൂടി ആയിരുന്നപ്പോൾ വചന വായനയിലും വചനം പഠിക്കുന്നതിലും പാട്ടുപാടുന്നതിലും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിലും മുൻപന്തിയിലായിരുന്നു. എന്നാൽ അവരൊക്കെ അവരവരുടേതായ ജോലി സ്ഥലത്തേക്ക് പോയപ്പോൾ അവരുടെ ഹാർഡ് വർക്ക്, അവർക്ക് സമയമില്ലാതെ അവർ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നു. അതുകൊണ്ട് ഞാൻ അയച്ചു കൊടുക്കുന്ന വീഡിയോസോ മറ്റു കാര്യങ്ങളോ ഒന്നും അവർ ശ്രദ്ധയോടുകൂടെ കാണുകയോ മറുപടി തരികയോ ചെയ്യുന്നില്ല എന്നത് എന്നെ ചില സമയത്ത് ദുഃഖിപ്പിക്കാറുണ്ട്. പക്ഷെ ഞാൻ അവരുടെയൊക്കെ വീടുകൾ വിസിറ്റ് ചെയ്ത് ആ രാജ്യങ്ങളിൽ ചെന്നപ്പോൾ അവരുടെ കഷ്ടപ്പാട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാം കൂടെ നടക്കത്തില്ല. അങ്ങനത്തെ ഒരു സ്റ്റാർട്ടിങ് ലെവലാണ് അവരൊക്കെ. ഇനിയൊക്കെ ഒന്ന് സെറ്റിലായി വരുമ്പം ചിലപ്പം കുറച്ചുകൂടെ സമയം, സ്വാതന്ത്ര്യം കിട്ടുമായിരിക്കും. ദൈവത്തിൻ്റെ സ്നേഹിതനാകാൻ നിങ്ങൾക്ക് കഴിയും. എത്ര ജോലി തിരക്കുണ്ടെങ്കിലും കഴിയുമെന്ന് ഹാനോക്ക് പറയുന്നു. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നു, ഭാര്യയുണ്ടായിരുന്നു, ജോലിയുണ്ടായിരുന്നു, കുടുംബം നടത്താനുള്ള പണം വേണ്ടേ? ഇതെല്ലാത്തിൻ്റെ ഇടയ്ക്കും അദ്ദേഹം ദൈവത്തോടു കൂടെ നടന്നു. 3 കാര്യങ്ങൾ നമുക്ക് മുന്നിൽ നിന്ന് പഠിക്കാം. ഹാനോക്ക് എന്ത് ചെയ്തു? 1, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. 2, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. 3, അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു. ഹാനോക്കിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് എഴുതിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അതിൻ്റെ 5 അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. 300 സംവത്സരം ദൈവത്തോടുകൂടെ നടന്നു, ദൈവത്തെ പ്രസാദിപ്പിച്ചു, ദൈവത്താൽ എടുക്കപ്പെട്ടു. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ദൈവത്തോട് കൂടെ നടക്കുക എന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയാതെ അറിയാമല്ലോ. ദൈവത്തോട് കൂടെ നടക്കുന്ന ജീവിതം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മനസ്സിൽ, ചിന്തയിൽ, ആത്മാവിൽ എപ്പോഴും കർത്താവിനോടുകൂടെ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെന്നുള്ള വാഗ്ദത്തമല്ല ഞാനീ പറയുന്നത്. അത് കർത്താവിൻ്റെ അന്തസ്സിൻ്റെ കാര്യമാണ്. അത് അവൻ്റെ കൃപയുടെ ഭാഗമാണ്. അത് അവൻ്റെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. അതവൻ്റെ പ്രോമിസിൻ്റെ ഭാഗമാണ്. എന്നാൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അത് ഹാനോക്കിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഹാനോക്കിൻ്റെ ഇനിഷ്യേറ്റീവാണ്, ഹാനോക്കിൻ്റെ മുൻഗണനയാണ്, താല്പര്യമാണ്,
ഇൻട്രസ്റ്റാണ്, അവനങ്ങനെ പറ്റും. ദൈവത്തോട് കൂടെ നടക്കുക എന്ന ആ ഒരു അനുഭവം മനസ്സിൽ, ആത്മാവിൽ എപ്പോഴും വഹിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഇത് രണ്ടുമായാൽ മൂന്നാമത്തേത് ദൈവമാണ് ചെയ്യുന്നത്. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇങ്ങനെ ഒരു നല്ല ജീവിതം നമുക്ക് ലഭിക്കട്ടെ, യേശുവിൻ നാമത്തിൽ.